വിശുദ്ധ ഗ്രന്ഥമായ തൗറാത്ത് സുന്ദരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്നതിനാൽ മുനവ്വർ എന്ന സ്ഥാനപ്പേരുള്ളയാളായിരുന്നു ഖാറൂൻ. ഒരു കാലത്ത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിരുന്ന ഖാറൂൻ പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യരിൽ ഒരാളായി മാറി. അയാളുടെ സമ്പത്തിന്റെ ആഴമറിയുന്നതിന് അത് നിക്ഷേപിച്ച അറകളുടെ താക്കോലുകളുടെ ബാഹുല്യം നോക്കിയാൽ മതി. അതിശക്തന്മാരായ ഒരു സംഘം പുരുഷന്മാരും മൃഗങ്ങളും ചുമക്കാൻ വരെ ഭാരമുണ്ടായിരുന്നുവത്രേ താക്കോൽ കൂട്ടങ്ങൾക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആരായിരുന്നു ഖാറൂൻ എന്നും പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നും നോക്കാം. ഖാറൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യ പുത്രനായിരുന്നു. ഫാഹിസിന്റെ മകനായ സഹറിന്റെ മകനാണ് ഖാറൂൻ. പരമദരിദ്രനായിരുന്ന ഇയാൾക്ക് ഇസ്മുൽ ആളം വരെ വശമുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ദയനീയതയാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അയാൾ ദുആ ചെയ്യാൻ നിരന്തരം അപേക്ഷിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. തന്മൂലം ദാരിദ്ര്യം മാറി മഹാസമ്പന്നനായി. അതോടെ ഇയാളിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. അതുവരെ താൻ നേടിയെടുത്ത സൽപ്പേരെല്ലാം കളഞ്ഞു കുളിച്ചു. മഹാ അഹങ്കാരിയും ധിക്കാരിയുമായി മാറി. ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാതെ തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇഷ്ടപ്പെട്ടു. അഹങ്കാരത്തോടെ അയാൾ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കും. തനി കപട വിശ്വാസിയായി മാറിയ ഇയാൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പുച്ഛമായിരുന്നു. സർവാർഭാടരൂഢനായി അഹങ്കാരത്തോടെ ഖാറൂൻ പോകുന്നത് കണ്ട് വിഡ്ഢികളായ ആളുകൾ പറയും, ഞങ്ങൾക്ക് ഖാറൂനിന് നൽകപ്പെട്ട പോലെ നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. ഖാറൂനിന്റെ വഴിവിട്ട സഞ്ചാരം കണ്ട് മൂസാ നബി അലൈഹി സ്വലാം വ്യസനിച്ചു. അദ്ദേഹം അയാളെ ഉപദേശിച്ചു, അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക. ജനങ്ങളോട് നീ തിന്മ കാണിക്കരുത്. ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിന്നോട് കൽപ്പിക്കപ്പെട്ടതിന് വിപരീതം പ്രവർത്തിച്ചാൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയും നിനക്ക് നൽകിയ സമ്പത്തിനെ പിടിച്ചെടുക്കുകയും ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശം സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തൗറാത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തന്റെ ചെയ്തികൾക്കവൻ തെളിവുകൾ നിരത്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്തിലെ രഹസ്യങ്ങൾ വേണ്ടത്ര തിരിഞ്ഞിട്ടില്ലെന്നുവരെ അയാൾ തുറന്നടിച്ചു. തനിക്ക് അള്ളാഹു നൽകിയ പദവിയും സമ്പത്തും തന്റെ വിജ്ഞാനത്തിന്റെ കാരണമാണ്. താൻ അതിന് അർഹനായതിനാലാണ് തനിക്ക് അള്ളാഹു തആല വാരിക്കോരി തന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു അഹങ്കാരത്തോടെയുള്ള ഖാറൂനിന്റെ മറുപടി. ഞാൻ വലിയ പണക്കാരനാണ്. ഞാനെന്തിന് പട്ടിണി പാവമായ മൂസയെ അനുസരിക്കുന്നു? അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകിയിട്ടുണ്ടെങ്കിൽ തനിക്ക് അള്ളാഹു വേണ്ടുവോളം പണം നൽകിയിട്ടുണ്ട്. അങ്ങനെ അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖാറൂനിന് ശത്രുതയും അസൂയയും വർദ്ധിച്ചു. അന്നത്തെ ഇസ്രായേലി ജനതയ്ക്കിടയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവൻ അപഹസിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ അയാൾ ഒരു വേശ്യയുടെ അടുത്തേക്ക് ചെന്നു. ആ വേശ്യക്ക് ധാരാളം പണം നൽകിക്കൊണ്ട് അയാൾ അവളോട് ഇങ്ങനെ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനമധ്യത്തിലിരിക്കുമ്പോൾ അവിടെ ചെന്നുകൊണ്ട് താങ്കൾ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ ഞാൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് പറയണം. ആ വേശ്യ അപ്രകാരം തന്നെ ചെയ്തു. ജനങ്ങൾ അത് കേട്ട് ഞെട്ടി. ചിലർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ നെറ്റിച്ചുളിച്ചു. നബി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം അവളുടെ അടുത്തു വന്ന് സത്യം പറയാൻ ആജ്ഞാപിച്ചു. അതോടെ അവളുടെ നാവ് തടയപ്പെട്ടു. ആരോപണം പറയാൻ വന്ന അവളിൽ നിന്ന് വികൃതമായ ശബ്ദം പുറപ്പെടാൻ തുടങ്ങി. അവളുടെ കഴുത്തിൽ തട്ടിക്കൊണ്ട് സത്യം പറയുക എന്ന് നബി ആജ്ഞാപിച്ചപ്പോൾ അവൾ പറയാൻ തുടങ്ങി, നിശ്ചയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ ജനസമൂഹത്തിൽ വെച്ച് നബിയോട് പറയണമെന്ന് ധാരാളം പണം നൽകിക്കൊണ്ട് ഖാറൂൻ മുതലാളി എന്നോട് കൽപ്പിച്ചതാണ്. സത്യമറിഞ്ഞ ജനങ്ങൾ അവളെ ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തടഞ്ഞു. സത്യം വ്യക്തമാക്കി കൊടുത്ത അള്ളാഹുവിന് നന്ദിയായി മൂസാ നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്യുകയും ചെയ്തു. ശേഷം ഖാറൂനിനെതിരെ പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു നബിക്ക് സന്ദേശം നൽകി, നിശ്ചയം ഭൂമിയോട് താങ്കളെ അനുസരിക്കാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഖാറൂൻ ആർഭാടത്തോടെ പരിവാര സമേതം സദസ്സിലേക്ക് വന്നപ്പോൾ അയാളെയും സമ്പത്തുകളെയും ഭവനങ്ങളെയും പിടികൂടാൻ ഭൂമിയോട് കൽപ്പിച്ചു. അതോടെ അവനെ അവന്റെ സർവ്വസന്നാഹങ്ങളോടെ ഭൂമി വിഴുങ്ങുകയും ചെയ്തു. അല്പം വിശദമായിട്ട് പറയേണ്ട ഒരു വലിയ ചരിത്ര സംഭവമാണിത്. ഞാനിവിടെ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന കുറെ ചോദ്യങ്ങളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നിസ്കാരമുണ്ടോ എന്ന്. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയതല്ലേ എന്നാണ് പലരുടെയും സംശയം. 50 വക്തായിട്ട് നമുക്കൊക്കെ കിട്ടാൻ പോകുകയായിരുന്ന നിസ്കാരം 5 വക്തായിട്ട് ചുരുങ്ങാൻ കാരണക്കാരനായത് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നിസ്കാരം ഉണ്ടായിരുന്നോ എന്ന സംശയം നമുക്ക് വരേണ്ട ആവശ്യം തന്നെയില്ല. ചുരുക്കത്തിൽ സമൂഹത്തിലെ പല ആളുകളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചരിത്ര സംഭവത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു ചരിത്ര സംഭവമായിട്ട് ഈ ഒരു വീഡിയോയിലെ ദൃശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.